നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ. പയ്യോളി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ട്രെയിനിടിച്ച് ഒരാൾ മരണപ്പെട്ടു. പുറക്കാട് കോടല്ലൂർ രവീന്ദ്രനാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 5:30 മലബാർ എക്സ്പ്രസ് ട്രെയിനിനു മുന്നിലാണ് അപകടം സംഭവിച്ചത്. പയ്യോളി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ട്രെയിനിടിച്ച് ഒരാൾ മരണപ്പെട്ടു. പുറക്കാട് കോടല്ലൂർ രവീന്ദ്രനാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 5:30 മലബാർ എക്സ്പ്രസ് ട്രെയിനിനു മുന്നിലാണ് അപകടം സംഭവിച്ചത്. മലബാർ എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചതിന് അടിസ്ഥാനത്തിൽ റെയിൽവേ അധികൃതരാണ് ആദ്യമായി സ്ഥലത്തെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മരിച്ചുകിടക്കുന്ന അവസ്ഥയിലാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. ട്രെയിനിടിച്ച് ചിതറിത്തെറിച്ച അവസ്ഥയിലാണ് മൃതദേഹം ഉള്ളത്. ഉടൻ തന്നെ പയ്യോളി പോലീസും റെയിൽവേ അധികൃതരും താലൂക്ക് ദുരന്ത നിവാരണ സേന സന്നദ്ധ വളണ്ടിയർമാരും സ്ഥലത്തെത്തി മൃതദേഹം ട്രാക്കിൽ നിന്ന് മാറ്റി. TDRF പയ്യോളി ഏരിയ കോർഡിനേറ്റർമാരായ നിമിഷ കെ, ഹർഷാദ് പയ്യോളി എന്നിവരുടെ നേതൃത്വത്തിൽ CP സിദ്ദീഖ്, സമദ് പി തുടങ്ങിയവരും സേവനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് TVN. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.